തീവ്രവാദത്തിനോടൊപ്പം തന്നെ അതിനെ ജനറലൈസ് ചെയ്ത് ഒരു മതത്തിനോട് പ്രത്യേകിച്ച് ഇഷ്ടക്കേട് കാണിക്കുന്ന കുറെ ആൾക്കാർക്കുള്ള ഒരു മെസ്സേജും എല്ലാം ആയിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ത്രെഡ് പിടിച്ച് പോയി ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുവാണ്, അത് ലയിക്കും. ഇത് കുറെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കോവിഡ്, അതായത് ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ. കോവിഡ് ഒക്കെ കാണിക്കുന്ന നമ്മളവർക്ക് അതിനകത്ത് എന്തോ കാര്യം ഉണ്ടായിട്ടാ കാണിക്കുന്നത്. അത് ഒരു സീനിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു സംഭവം ഇതിനകത്ത് കിടക്കേറ്റുന്നതല്ലാതെ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും അല്ലേ? എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഇപ്പൊ ഞാൻ ഈ പടം കണ്ടിട്ട് ഞാൻ ആലോചിച്ചു, ഈ നിവിൻ പോളി കുറെ നാളായിട്ട് നല്ലൊരു പടം ചെയ്തിട്ടില്ല. അപ്പം അത് പ്രതീക്ഷിച്ചൊരു നല്ല ഒരു മാസ് എന്റർടൈനർ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇതിന് പോയത്. അത് തൊലഞ്ഞു. വർഷങ്ങൾക്ക് ശേഷത്തിൽ നിവിൻ പോളിയുടെ തിരിച്ചുവരവെന്ന് പറഞ്ഞിട്ട് ഇത് കാണാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇത് അടിപൊളിയായിരിക്കും, മുമ്പ് ഷൂട്ട് ചെയ്താന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഷൂട്ട് ആയിരിക്കും. അതുകൊണ്ട് നിവിൻ പോളിയുടെ തിരിച്ചുവരവ് കുറച്ചു നാളത്തേക്ക് മാറ്റി വച്ചിരിക്കുന്നു.